ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു പയ്യൻ ഇവിടെ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻറ് വിസയിൽ ഒരു പയ്യൻ ആ പയ്യൻ വന്നിട്ട് ഇവിടെ ഒരു കുറച്ച് ആയപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് എന്തൊക്കെയോ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലണ്ടനിൽ നിന്ന് ലൂട്ടൺ വരെ പോയി ആ പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ചു. അബദ്ധവശാൽ അല്ലെങ്കിൽ അവനെ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. വീഡിയോയിൽ അവൻ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് പ്രായം 14 വയസ്സായിരുന്നു. അപ്പോൾ ആ 14 വയസ്സുള്ള പെൺകുട്ടിയെ ഇവൻ എന്താ പറയുക, ഒരു കുട്ടികൾ നമ്മുടെ അടുത്ത് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളോട് സംസാരിക്കുക ഇതാക്കുക ചെയ്താൽ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് പ്രായപൂർത്തിയായി, അവരെ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രൈമിൽ അവൻ കമ്മിറ്റഡായി. അപ്പോൾ അവനെ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വിഷമം തോന്നിയില്ല. അവൻ്റെ നാട്ടിലെ പേരൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ അവൻ പിടിക്കപ്പെട്ടു. അവനെ ഭയങ്കര ഇഷ്യൂ ആയി എന്ന് വെച്ചാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അവനെ ഡീപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ. അതായത് അവൻ കരയുന്നതും അവൻ്റെ പേര് സഞ്ജയ് എന്നോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വീഡിയോ ഒരുപാട് സർക്കിളുകളിലെത്തി. അപ്പോൾ ഒരുപാട് മലയാളികൾ അവെയർ ആയിരിക്കും ഇവിടുത്തെ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊക്കെ. കുറച്ച് എന്താ പറയുക, ഒരു കരുതലോടുകൂടി ആയിരിക്കും ഇനിയുള്ള മലയാളികൾ അല്ലെങ്കിൽ ഇനിയുള്ള ആളുകളൊക്കെ നീങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ 2 ആഴ്ച മുമ്പ് ഇപ്പോൾ വീണ്ടും ഒരു മലയാളി ഇതേപോലെ വന്ന് പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അബദ്ധവശാൽ അല്ലെങ്കിൽ അറിവില്ലായ്മ, ഇവിടുത്തെ രീതികളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് സങ്കടം തോന്നിയത് പുള്ളിയുടെ വൈഫിനെ ഓർത്താണ്. പുള്ളി എന്തായാലും ചെയ്ത ക്രൈമാണല്ലോ. അപ്പോൾ ആ ക്രൈമിന് പുള്ളിക്ക് അതിൻ്റെതായ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അതിവിടെ കിട്ടും. പുള്ളിയുടെ വൈഫ് വന്നിട്ട് മലയാളത്തിൽ പറയുന്ന കുറേ ഡയലോഗുകൾ, നിങ്ങൾ മെസ്സേജ് അയച്ചോ, നിങ്ങൾ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ഈ പോലീസിൻ്റെ കാല് പിടിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പോലീസും ഈ പോലീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കും, ചാറ്റ് ചെയ്യും. ഈ ചാറ്റിങ്ങും സംസാരത്തിന് ഇടയ്ക്ക് ഇവർ പറയും, എനിക്കിങ്ങനെ 14 ഇയർ ആയിട്ടേ ഉള്ളൂ, ഞാൻ പ്രായപൂർത്തിയായിട്ടില്ല. അതിനുശേഷം ഇവർ സംസാരിച്ച് ചാറ്റ് ചെയ്ത് സെക്ഷലായിട്ടോ അങ്ങനെ സംസാരിക്കാൻ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ വിളിച്ചു വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊന്ന് അപൂർവമായിട്ട് ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ഇയാളുടെ വീട്ടിൽ വന്ന് പോലീസ്, ഇവരുടെ ടീം വീട്ടിലേക്ക് വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണ്, ആ രാജ്യത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഇവിടെ കൺസെൻറ്റോടുകൂടി സെക്സിൽ ഏർപ്പെടേണ്ട ഏജ് എന്ന് വെച്ചാൽ 16 ആണ്. ഈ പുള്ളിക്കാരനെ ഇപ്പോൾ ലോകം മൊത്തം എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇത് കണ്ടുവരുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലെല്ലാം ഓൺലൈൻ വഴിയെന്ന് വെച്ചാൽ എല്ലാം ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് ഈ ടീം തന്നെ ആയിക്കോട്ടെ, ഈ പോലീസിൻ്റെ ടീമാണെന്നുണ്ടെങ്കിലും അവരുടെ ഏജ് പറയുകയാണ് 14 ഇയർ ആണ്, 15 ഇയർ ആണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. അപ്പോൾ ഇനിയെങ്കിലും ഇവിടെയുള്ള ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ കുറച്ച് അവെയറായിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ട്രാപ്പുകളുണ്ട്. ട്രാപ്പുകളെന്ന് വെച്ചാൽ അത് ട്രാപ്പെന്ന് പറയാൻ പറ്റത്തില്ല. കുട്ടികൾക്കെതിരായിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. ബി കെയർഫുൾ. താങ്ക് യു.